ആര്യാടന്റെ പാരമ്പര്യത്തെ തകർത്താണ് കോൺഗ്രസ് കോട്ടയ്ക്ക് മുകളിൽ ഇടത് സ്വതന്ത്രൻ ചെങ്കൊടി പാർച്ചത് 2016. രണ്ടാം തവണയും ആധികാരികമായി വിജയത്തോടെ PV അൻവർ നിലമ്പൂരിൽ തന്റെ കസേര ഉറപ്പിച്ചു. പക്ഷേ പിന്നീട് പിണറായി സത്തിനെതിരെയുള്ള പോരാട്ടമൊക്കെ തുടങ്ങിയതോടെ പാർട്ടിയിൽ നിന്നും പുറത്തേക്കിറങ്ങി. അങ്ങനെ നിലമ്പൂരിൽ ഒരു ഉപതിരഞ്ഞെടുപ്പ് വരുന്നു. ആ ഉപതിരഞ്ഞെടുപ്പിൽ UDFന്റെ ഉറച്ച കോട്ട കോൺഗ്രസിന്റെ കരുത്തനായ ആര്യാടൻ മുഹമ്മദ് 8 തവണ വിജയിച്ച നിലമ്പൂർ മണ്ഡലം തിരികെ പിടിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന്റെ മകൻ ആര്യാടൻ ഷൗക്കത്ത്, അതും 11,000 കടന്ന ഭൂരിപക്ഷത്തിൽ. ആദ്യം സ്ഥാനാർത്ഥികൾക്ക് ഇന്ന് ലഭിച്ച വോട്ടുകൾ നോക്കാം നമുക്ക്. ആര്യാടൻ ഷൗക്കത്ത്, നമ്മൾ പറയുന്ന പോലെ വിജയിച്ച ആര്യാടൻ ഷൗക്കത്ത് 77,737, എം സ്വരാജ് 66,660, PV അൻവർ നേടിയത് 19,760, BJPക്ക് 8,648 വോട്ട്. ഇങ്ങനെയാണ് വോട്ടുകൾ സമാഹരിക്കാൻ കഴിയുന്നത് ഓരോ മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾക്ക്. ഈ പഞ്ചായത്തുകളിലും നഗരസഭയിലും മുന്നണി നേടിയ ഒട്ടുനിലയിൽ നിന്നും തുടങ്ങാം. നമുക്ക് ഇനി വിശദമായ കണക്കുകൾ ഓരോ പഞ്ചായത്തിലും നഗരസഭയിലും എങ്ങനെയാണ് മുന്നണികൾ വോട്ട് നേടിയത് എന്ന്. ആദ്യം വഴിക്കടവിൽ നിന്നും തുടങ്ങാം. കാരണം വഴിക്കടവായിരുന്നു തുടക്കം മുതൽ തന്നെ UDF ഏറ്റവും കൂടുതൽ അവരുടെ ശക്തി കേന്ദ്രം. UDF ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച ഒരു സ്ഥലം വഴിക്കടവാണ്. അങ്ങനെ തന്നെയായിരുന്നു കാര്യങ്ങളും. ഈ വോട്ടെണ്ണി തുടങ്ങിയതിന്റെ തുടക്കം മുതൽ, അതായത് പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണി തുടങ്ങി അവസാനിപ്പിക്കുന്നത് വരെ ഒരു തവണ പോലും ആര്യാടൻ ഷൗക്കത്ത് പിന്നോട്ട് പോയ കാഴ്ച നമ്മൾ കണ്ടില്ല. വഴിക്കടവിൽ നിന്നും തുടങ്ങുമ്പോൾ ഇലക്ട്രോണിക് ബാലറ്റുകൾ ആദ്യം എണ്ണി തുടങ്ങിയത് വഴിക്കടവിൽ നിന്നാണ്. വഴിക്കടവിൽ 1,829 വോട്ടിന്റെ ലീഡാണ് UDFന് ഉറപ്പിക്കാൻ കഴിഞ്ഞത്, ആര്യാടൻ ഷൗക്കത്തിന് ഉറപ്പിക്കാൻ കഴിഞ്ഞത്. മൂത്തേടത്തേക്ക് വരുമ്പോൾ 2067, എടക്കരയിലേക്ക് വരുമ്പോൾ 1,170, പോത്തുകല്ലിലേക്ക് വരുമ്പോൾ അത് 307, ചുങ്കത്തറയിൽ 1,287, നിലമ്പൂർ നഗരസഭ, അതായത് ഇടതുമുന്നണി ഭരിക്കുന്ന നിലമ്പൂർ നഗരസഭ, ഒരു കാലത്തും ഇടതുമുന്നണിയെ ഈ കൈവിടാത്ത നിലമ്പൂർ നഗരസഭ, അവിടെ 3,967, ഏറ്റവും ഉയർന്ന ഒരു ലീഡാണ് ഇത്തവണ ഈ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ ആര്യാടൻ ഷൗക്കത്ത് നേടിയത്. കരുളായിയിൽ 118, അമരമ്പലത്ത് 704. ഈ കരുളായിയിൽ മാത്രമാണ് ഒരു ലീഡ് നേടാൻ ഇടതുമുന്നണി കഴിഞ്ഞത്. ഈ 118 വോട്ടാണ് അവിടെ എം സ്വരാജിന് ലീഡ് ചെയ്യാൻ കഴിഞ്ഞത്. തുടക്കം മുതൽ തന്നെ മുഴുവൻ ഇടത്തും ലീഡുകൾ നേടിയത് UDF ആയിരുന്നു. കരുളായിയിൽ മാത്രം 118 വോട്ടിന്റെ ഒരു ലീഡ് നിലനിർത്താൻ കഴിഞ്ഞു എം സ്വരാജിന്. ഈ വഴിക്കടവ്, മൂത്തേടം, എടക്കര, പോത്തുകല്ല്, ചുങ്കത്തറ, അമരമ്പലം പഞ്ചായത്തുകളിലൊക്കെ UDF തന്നെയാണ് മുന്നിട്ട് നിന്നത്. ഇനി നമ്മൾ നോക്കുന്നത്, നമുക്ക് 1987 മുതൽ 2025 വരെ നിലമ്പൂരിൽ നടന്ന തിരഞ്ഞെടുപ്പ് ഫലങ്ങളുടെ ഒരു ഗ്രാഫിലേക്കാണ് പോകുന്നത്. ഇതാണ് 1987 മുതൽ 2025 വരെയുള്ള നിലമ്പൂരിലെ തിരഞ്ഞെടുപ്പുകളുടെ ഒരു ഗ്രാഫ് നോക്കിയാൽ, ഇതിൽ ആദ്യം 1987 വരുമ്പോൾ അവിടെ അന്ന് ഇടതുമുന്നണി 40,000-നും 50,000-നും ഇടയിലാണ് അവർക്ക് വോട്ട് ലഭിച്ചത്. അവിടെ UDFന് 50,000-നും 60,000-നും ഇടയ്ക്കുള്ള വോട്ടുകളാണ് ലഭിച്ചത്. BJP പറയുന്നത് പോലെ ഒരു നേട്ടവും, കാര്യമായ നേട്ടമൊന്നും BJPക്ക് അന്നും ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല, ഇന്നും ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇനി 1991 വരുമ്പോൾ 91 ഇടതുമുന്നണിക്ക് അവിടെ 40,000-നും 50,000-നും ഇടയിൽ വോട്ട് സമാഹരിക്കാൻ കഴിഞ്ഞു. അവിടെ UDFന് 60,000 കടന്ന ഒരു വോട്ട് ശേഖരിക്കാനായി കഴിഞ്ഞു. BJPയുടെ കാര്യം നോക്കണ്ട, BJP നമുക്ക് കാണുന്ന പോലെ തന്നെ വീണ്ടും അവർക്ക് ആ ഒരു നില മെച്ചപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. ഇനി 96 വരുമ്പോൾ, 96 വരുന്ന സമയത്ത് ഇടതുമുന്നണിക്ക് അവിടെ 50,000 വോട്ടെത്തുന്നു. അതേപോലെ UDFിലേക്ക് വരുമ്പോൾ UDF 50,000 കടന്ന് 60,000 വോട്ടുകൾ അവിടെ ശേഖരിക്കുന്നു. 2001 വരുമ്പോഴും 50,000 ആ ഒരു ഗ്രാഫിൽ തന്നെയാണ് LDF നിൽക്കുന്നത്. അതേസമയം നമ്മൾ UDFിനെ നോക്കിയാൽ UDFിന്റെ വോട്ട് സമാഹരണം 70,000-നും 80,000-നും ഇടയിൽ എത്തിയിരിക്കുന്നത് കാണാം. 2006 വരുമ്പോൾ വീണ്ടും ചിത്രം മാറുകയാണ്. 2006 വരുമ്പോൾ ഇടതുമുന്നണിയും നില മെച്ചപ്പെടുത്തുന്നു. അവിടെ 70,000 വോട്ടെത്തിക്കുന്നു. ഒപ്പം ആ സമയം UDFിന്റെ വോട്ട് നില നോക്കുകയാണെങ്കിൽ 80,000-നും 90,000-നും ഇടയിലാണ് അവിടുത്തെ വോട്ട് സമാഹരണം. 2011 വരുമ്പോൾ വീണ്ടും വോട്ട് നില താഴുന്നു, രണ്ടുപേരുടെ വോട്ട് നില താഴുന്നുണ്ട്. ഇതിൽ LDFിൻ്റെത് 60,000 ചെറുതായി 60,000 ഒന്ന് കടന്നു. UDFിനും വലിയ നേട്ടമില്ല, 70,000 എത്തുന്നില്ല, 60,000 തന്നെയാണ്. 60,000 നിന്ന് കുറച്ചുകൂടി കടന്നാൽ LDFിനേക്കാൾ കുറച്ചും കൂടി ഒരു ഉയർന്ന വോട്ടാണ് അവിടെ 2011 ശേഖരിക്കാൻ കഴിയുന്നത്. 2016 വരുമ്പോൾ, 2016 ഇടതുമുന്നണി PV അൻവർ മത്സരിക്കുന്ന
2016 വരുമ്പോൾ അവിടെ ഇടതുമുന്നണി 70,000-നും 80,000-നും ഇടയ്ക്ക് വോട്ട് കിട്ടുന്നു. UDF നേരെ താഴ്ന്നു പോകുന്നു. അവിടെ 60,000-നും 70,000-നും ഇടയിൽ മാത്രമാണ് വോട്ട് സമാഹരിക്കാൻ കഴിഞ്ഞത്. 2021 അങ്ങനെ തന്നെയാണ്. 80,000 കടന്നിരിക്കുകയാണ് 2021 PV അൻവർ. അതിനുശേഷം UDF വരുമ്പോൾ UDF 70,000-നും 80,000-നും ഇടയ്ക്ക് വരുന്നു. ഇനി ഏറ്റവും ഒടുവിൽ നമ്മൾ ഇന്ന് കണ്ട 2025 ഇന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ നോക്കൂ, ഇടതുമുന്നണിക്ക് ലഭിച്ചത് 60,000-നും 70,000-നും ഇടയ്ക്കുള്ള വോട്ട്. UDF വരുന്ന സമയത്ത് 70,000-നും 80,000-നും ഇടയിൽ വരുന്നു. BJP പതിവ് പോലെ BJP നമ്മൾ ഇതിൽ നോക്കുമ്പോൾ തന്നെ അറിയാം, ഈ 87 മുതൽ 2025 വരെ നോക്കുമ്പോൾ ആ ഗ്രാഫിൽ കുറച്ചുപോലും നില മെച്ചപ്പെടുത്താൻ വലുതായിട്ട് സാധിക്കുന്നില്ല. എപ്പോഴും ആ ഒരു 10,000-ന് താഴെയുള്ള ഒരു വോട്ട് സമാഹരണം മാത്രമാണ് BJPക്ക് നിലമ്പൂരിൽ കിട്ടിയിട്ടുള്ളത്. പക്ഷേ ഇത്തവണ നമുക്ക് ഈ ഗ്രാഫ് ഇവിടെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി കൂടി ഉണ്ടായിരുന്നു, PV അൻവർ. PV അൻവർ 20,000-നും 10,000-നും ഇടയ്ക്കുള്ള വോട്ട് പിടിച്ചിരിക്കുന്നു. 19,000 കവിഞ്ഞിരിക്കുന്നു PV അൻവറിന്റെ വോട്ട്. ഇതാണ് നമ്മൾ ഈ നിലമ്പൂർ തിരഞ്ഞെടുപ്പിന്റെ 1987 മുതൽ 2025 വരെയുള്ള മുന്നണികളുടെ കണക്ക് വെച്ചുള്ള ഒരു ഗ്രാഫ് പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകുന്നത്. ഇനി നേരെ പോകുന്നത് 2021 ഉപതിരഞ്ഞെടുപ്പിൽ ലഭിച്ച കണക്കുകളിലേക്ക്, ഓരോ മുന്നണിക്കും മുന്നണികൾക്ക് ലഭിച്ച കണക്കുകളിലേക്ക് പോയാൽ പഞ്ചായത്തുകൾ ആർക്കൊപ്പമായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് വഴിക്കടവിൽ നിന്നും തന്നെ തുടങ്ങാം. 2021 വഴിക്കടവിൽ നിന്ന് തുടങ്ങിയാൽ PV അൻവറിന് അവിടെ 13,471 വോട്ടാണ് PV അൻവറിന് ലഭിച്ചത്. VV പ്രകാശിന് UDFന് 13,436. അന്ന് ഭൂരിപക്ഷം ഈ PV അൻവറിനൊപ്പമായിരുന്നു. നേരിയ ലീഡ്, 35 വോട്ടിന് ലീഡ്. പക്ഷേ ഇത്തവണ അങ്ങനെ ആയിരുന്നില്ല കഥ. ഇടതുപക്ഷത്തിന് LDFന് അവിടെ കാലൂന്നാൻ പോലും സമയം കിട്ടിയിട്ടില്ല. പക്ഷേ പലയിടങ്ങളിലും വോട്ട് ശതമാനം കൂട്ടിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ വഴിക്കടവിൽ കണ്ടു. മാത്രമല്ല വഴിക്കടവിൽ പ്രതീക്ഷിച്ചത്ര വോട്ട് UDFന് ലഭിച്ചിട്ടില്ല. വഴിക്കടവും അതുപോലെ തന്നെ തൊട്ടിപ്പുറം നമുക്ക് മൂത്തേടമുണ്ട്. മൂത്തേടത്തേക്ക് വന്നാൽ കഴിഞ്ഞ വട്ടം PV അൻവറിന് മൂത്തേടത്ത് 6,851, VV പ്രകാശ് UDFന് 8,654. അതായത് അന്നത്തെ UDFന്റെ അവിടുത്തെ ഒരു ലീഡ് 1,803 ആയിരുന്നു. ഇത്തവണയും ഏറെക്കുറെ അങ്ങനെ തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ ഈ മൂത്തേടത്തും വഴിക്കടവിലും UDF പ്രതീക്ഷിച്ചതിൻ്റെ അത്രയും ഒരു വോട്ട് സമാഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അത് അവരുടെ ഒരു ചർച്ചയാണ്, UDF ക്യാമ്പിൻ്റെ നിലവിലെ ഒരു ചർച്ചയാണ്. ഇനി നമ്മൾ നോക്കുന്നത് എടക്കരയിലേക്ക് വന്നാൽ PV അൻവറിന് എടക്കരയിൽ 2021 7,788 വോട്ടാണ് ലഭിച്ചത്. അതേപോലെ VV പ്രകാശ്, UDFന്റെ VV പ്രകാശിന് 7,885 വോട്ട് ലഭിച്ചു. അന്ന് 97 വോട്ടിന്റെ ഒരു ഭൂരിപക്ഷമാണ് UDFന് ലഭിച്ചത്. പക്ഷേ ഇത്തവണ അങ്ങനെ ആയിരുന്നില്ല. പോത്തുകല്ലിലേക്ക് വരികയാണെങ്കിൽ പോത്തുകല്ലിൽ 506 വോട്ടിന്റെ ലീഡ് LDFന് നേടാൻ കഴിഞ്ഞു. പക്ഷേ ഇക്കുറി ലീഡ് ചെയ്തത് ഈ UDF ആയിരുന്നു അവിടെ പോത്തുകല്ലിൽ. ഇനി പോത്തുകല്ലും അതുപോലെ എടക്കരയും കഴിഞ്ഞാൽ ഇനി നമ്മൾ നേരെ പോകുന്നത് ചുങ്കത്തറയിലേക്കാണ്. ചുങ്കത്തറയിലെ കേസ് വരികയാണെങ്കിൽ അവിടെ PV അൻവർ 10,669 വോട്ടാണ് ചുങ്കത്തറയിൽ നേടിയത്. VV പ്രകാശ്, അന്ന് UDFന്റെ VV പ്രകാശ് 10,969. അന്ന് 300 വോട്ടിനാണ് UDF ലീഡ് ചെയ്തത്. ഈ നിലമ്പൂർ നഗരസഭ നമുക്കറിയാം, എല്ലാ കാലത്തും നിലമ്പൂർ നഗരസഭ നിൽക്കുന്നത് ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുന്നതാണ് നിലമ്പൂർ നഗരസഭ. പക്ഷേ ഇക്കുറി നിലമ്പൂർ നഗരസഭയിലും കാര്യങ്ങൾ LDFന് ഒപ്പം നിന്നില്ല. അവിടെ UDF ആണ് മുന്നേറിയത്. മാത്രമല്ല നമ്മൾ ഈ മൊത്തത്തിലുള്ള ഒരു ചാർട്ട് പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം UDFന് നേടാൻ കഴിഞ്ഞതും നിലമ്പൂർ നഗരസഭയിൽ നിന്നായിരുന്നു. കഴിഞ്ഞ വട്ടം 2021 നിലമ്പൂരിലെ കാഴ്ച നോക്കിയാൽ നഗരസഭയിൽ PV അൻവറിന് 13,564 വോട്ടാണ്. അതായത് 1,513 വോട്ടിന്റെ ഒരു ലീഡാണ് നിലമ്പൂർ നഗരസഭയിൽ ഈ ഇടതുമുന്നണിക്ക് 2021 നേടാൻ കഴിഞ്ഞത്. ഇനി നമുക്ക് നേരെ കരുളായിയിലെ കാര്യത്തിലേക്ക് പോകാം. കരുളായിയിൽ വരികയാണെങ്കിൽ അന്ന് കരുളായിയിൽ 1,446 വോട്ടിനാണ് LDF ലീഡ് ചെയ്തത്. 2021 അമരമ്പലത്ത് 1,492 വോട്ടിന് ഇടതുപക്ഷം തന്നെ PV അൻവർ തന്നെ അന്ന് ലീഡ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് 2021 കണക്കുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ മനസ്സിലായത്. 2021 നേരിയ വോട്ടൊക്കെ പിടിച്ചിരുന്നു. ഇപ്പോൾ നമ്മൾ വഴിക്കടവ് മാത്രം എടുക്കുകയാണെങ്കിൽ വഴിക്കടവിൽ 35 വോട്ടിൻ്റെ ഒരു നേരിയ ലീഡ് PV അൻവർ പിടിച്ചെങ്കിൽ ഇക്കുറി അടപടലം തകർന്നു LDF. വഴിക്കടവ് മാത്രമല്ല, നമ്മൾ പോത്തുകല്ല് കണ്ടു, നമ്മൾ അമരമ്പലം കണ്ടു, നമ്മൾ നിലമ്പൂർ നഗരസഭയൊക്കെ കണ്ടു. എല്ലായിടത്തും LDF പടക്കം പൊട്ടുന്നത് പോലെ പൊട്ടുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ എന്താണ് നിലമ്പൂരിൽ LDF തകർന്നടിയാനുള്ള കാരണം? കൊടിയ ഭരണവിരുദ്ധ വികാരമാണോ, അതോ വിവാദങ്ങളാണോ, അതോ സമൂഹ മാധ്യമങ്ങളിലെ പിന്തുണയ്ക്കപ്പുറം പാർട്ടി കേന്ദ്രങ്ങളിലെ കേഡർ വോട്ടുകൾ പോലും എന്തുകൊണ്ട് സ്വരാജിന് നിലനിർത്താനായില്ല? ഷൗക്കത്തിന്റെ ഗംഭീര വിജയത്തിൽ UDF ക്യാമ്പിലെ കാഴ്ചകൾ എങ്ങനെയാണ്? വഴിക്കടവിൽ കുറച്ചെങ്കിലും UDFന് വോട്ട് ചോർന്നോ? PV അൻവർ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. 19,760 വോട്ട് പിടിച്ചു. ഈ അൻവർ ചോർത്തിയത് LDFന്റെ വോട്ടുകളാണോ?